വേഗമരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. യഹോവേ, നീ എന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നല്ലോ. നമ്മുടെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ കർത്താവിനെ കുറിച്ച്, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ദിവസവും ദിനം പ്രതി അത് പറയുവാൻ നാം തയ്യാറാകണം. എന്താണ്? യഹോവേ, നീ എന്റെ ദൈവമാണ്. സ്വന്തമെന്ന് പറയുവാൻ പലതുമില്ലാതിരിക്കുമ്പോൾ, ആഗ്രഹിച്ച പലതിനും സ്വന്തമാക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ആഗ്രഹിക്കാതിരുന്നിട്ടും സ്വന്തമാക്കിയ നമ്മെ സ്വന്തമാക്കി നമുക്ക് പറയുവാൻ കഴിയത്തക്ക വിധത്തിൽ നമ്മെ ആക്കി തീർത്ത ഒരു വലിയവനായ ദൈവം. ആ ദൈവത്തെ കുറിച്ച് പറയണം. യഹോവേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യെസ്, അങ്ങനെ പറയാൻ നമ്മുടെ നാവുകൾ ചടിക്കട്ടെ. യോഗ്യതകളൊന്നുമില്ലെന്ന് നമ്മൾ പറയും. എന്നാൽ ഇന്ന് പോയിക്കാനം പറ, എന്നെ തേടി വന്ന ദൈവത്തിന്റെ സ്നേഹമാണ് എന്റെ യോഗ്യത. എന്നെ വിളിച്ച് വേർതിരിച്ചതാ എന്റെ യോഗ്യത. അതുകൊണ്ട് പറയണം, ഹല്ലേലൂയ, നീ എന്റേതാണ്, എന്റെ ദൈവമാണ്. ഞാൻ നിന്നെ പുകഴ്ത്തും, നിന്റെ നാമത്തെ ഞാൻ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടി അനുഷ്ഠിച്ചിരിക്കുന്നല്ലോ. വാക്ക് മാറാതെ പറഞ്ഞതൊക്കെ അതേപടി നിറവേറ്റിത്തന്ന, നടത്തിയ, കരുതിയ, വിശ്വസ്തനായ ആ സർവശക്തനായ ദൈവത്തെ പറഞ്ഞു തുടങ്ങട്ടെ. അവൻ എന്റെ ദൈവമാ, അതെന്റെ ദൈവമാ. ഞാൻ അവനെ പുകഴ്ത്തും, ഞാൻ അവനെ സ്തുതിക്കും. ഇന്ന് ഈ ദിനം അങ്ങനെ പറയുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അവിടുത്തെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ.